സർ, പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നു. സർജന്റെ അഭിപ്രായത്തിൽ രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ടാണ് മരണം നടന്നിരിക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ എവിടെയായിരുന്നു എന്ന് നമുക്കറിയണം. അത് അന്വേഷിച്ചോ? സർ, കൊല നടന്ന ദിവസം, അതായത് 18-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ ഡോക്ടർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കൺഫേം ചെയ്തു. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പോകാൻ സാധ്യതയുള്ള റൈഫിൾ ക്ലബ്ബിലാണ്. അന്നേ ദിവസം ഡോക്ടർ അവിടെയും ചെന്നിട്ടില്ല. അത് മാത്രമല്ല സർ, അദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിക്കാനും ചെന്നിട്ടില്ല. ലെറ്റ്സ് ഹാവ് എ കോഫി. ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയോ? അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ ഡോക്ടറുടെ സെൽഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല. സർ, ധാരാളം രോഗികളുള്ള ഒരു ഡോക്ടർ ഇത്രയും സമയം സെൽഫോൺ അങ്ങനെ ഓഫാക്കി വെക്കൂ? അത് തന്നെ സംശയകരമല്ലേ? ദാറ്റ്സ് റൈറ്റ്. അത് മാത്രമല്ല, കഴിഞ്ഞ മാസം ഒരൊറ്റ ലീവ് പോലും എടുക്കാത്ത ആളാണ് ഡോക്ടർ അരുൺ. പക്ഷെ ഭാര്യ കാമുകനെ കാണാൻ പോയ ദിവസം കൃത്യമായി ഡോക്ടർ ലീവ് എടുത്തു. അത് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ഭാര്യ ഒന്നുകൂടെ ചോദ്യം ചെയ്യണം. യെസ്. സോറി, ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതിയും 16-ാം തീയതിയും ഡോക്ടർ ലീവ് എടുത്തിരുന്നോ? എന്തിനായിരുന്നു? ചെന്നൈക്ക് പോവാൻ. ഡോക്ടർ എന്തിനാ ചെന്നൈക്ക് പോയത്? അവിടെ US കോൺസുലേറ്റിൽ പോയത്. ഡോക്ടറിന് USA പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്ന താല്പര്യം. സ്കോളർഷിപ്പിൻ്റെ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ പോയതാ. കഴിഞ്ഞ 18-ാം തീയതി രാത്രി നിങ്ങളുടെ ഭർത്താവ് എവിടെയായിരുന്നു? അതായത് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രി. ആലോചിച്ച് പറഞ്ഞാൽ മതി. അന്ന് വൈകുന്നേരം പതിവ് പോലെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയിരുന്നു. പിന്നീട് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നാ പറഞ്ഞത്. ഏത് ഫ്രണ്ട്സ്? അത് ചോദിച്ചില്ല. എന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? അതറിയില്ല, ഞാൻ ഉറങ്ങിയിരുന്നു. അപ്പോ ഡോർ ആരാ തുറന്നു കൊടുത്തേ? ഒരു കീ എപ്പോഴും ഡോക്ടറിന്റെ കയ്യിലുണ്ടാവും. നിങ്ങൾ കിരണിനെ കാണാൻ പോയ ദിവസം ഡോക്ടർ ലീവ് ആയിരുന്നില്ലേ? അല്ല, ജോലിക്ക് പോയിരുന്നു. ഉറപ്പാണോ? അതെ. ശരി. ഓക്കെ. ഭാര്യ കാമുകനെ കാണാൻ പോയ അതേ ദിവസം ഡോക്ടർ ലീവ് എടുത്തിരുന്നു. പക്ഷെ ആ കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാര്യയുടെ അഫെയറിനെ പറ്റി ഡോക്ടർക്ക് അറിയാമായിരുന്നു എന്നല്ലേ? അതുപോലെ കൊല നടന്ന ദിവസം ഡോക്ടർ എവിടെയായിരുന്നെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഈ കേസിൽ സംശയിച്ചേ പറ്റൂ. മാത്രമല്ല, കൊലകളെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കിയ ക്യാരക്ടർ പ്രൊഫൈൽ ഓരോന്നായി ഒത്തുവന്നുകൊണ്ടിരിക്കുക. ശവശരീരങ്ങളുമായി ഇടപഴകാൻ ഒട്ടും മടിയില്ലാത്ത ആൾ, ഫോറൻസിക് സയൻസിൽ നല്ല അറിവ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ തീർച്ചയായും സംശയിക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കിരൺ നല്ല കരുത്തനായിരുന്നു. കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയെങ്കിൽ കൊലയാളിയും നല്ല കരുത്തനായിരിക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ ഡോക്ടർ കിരണിൻ്റെ അത്രയും കരുത്തനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മറ്റാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അയാളായിരിക്കും യഥാർത്ഥ കൊലയാളി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഡോക്ടറുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാലോ? വേണം. പക്ഷെ അതിനു മുമ്പ് ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കറിയണം. കിരൺ കൊല്ലപ്പെട്ടതായി നമ്മൾ സംശയിക്കുന്ന കാര്യം പോലും ഡോക്ടർ അറിയരുത്. അപ്പോൾ എന്ത് കള്ളക്കാരണം പറഞ്ഞ് നമ്മൾ ഡോക്ടറെ ചോദ്യം ചെയ്യും? അയാളൊരു ഡോക്ടറല്ലേ? അപ്പോൾ ഡോക്ടർ ചികിത്സിച്ച ഒരു രോഗി നമ്മുടെ ഒരു കേസിൽ ഇൻവോൾവ് ആണ്. അതിന്റെ ചില കാര്യങ്ങൾ അറിയാനാ വന്നതെന്ന് പറഞ്ഞാലോ? ഞങ്ങൾ വന്നതൊരു വിവരം അറിയാനാണ്. ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു രോഗി ഒരു മോഷണ കേസിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് സംശയമുണ്ട്. മോഷണം നടന്നത് കഴിഞ്ഞ 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാൾ ആ സമയത്ത് ഡോക്ടറുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ്. ആരായി രോഗി? അത് ഞാൻ പറയാം. പക്ഷേ രസം അതല്ല. അയാളുടെ മൊഴി ശരിയാണെന്നറിയാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു. ഡോക്ടർക്ക് അപ്പോൾ ഡ്യൂട്ടി ഇല്ലായിരുന്നു എന്നറിഞ്ഞു. പിന്നെ ഭാര്യയെ വിളിച്ചപ്പോൾ ഏതോ സുഹൃത്തിനെ കാണാൻ ഡോക്ടർ അന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ചിട്ട് പിന്നെ കിട്ടിയില്ല എന്നും. അപ്പോൾ പിന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാവും മോഷ്ടാവ് ഡോക്ടറെ കണ്ടത്. ഏത് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച? ഒരു സുഹൃത്തിനെ കാണാനാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ കുറച്ച് മൂഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്ത് ഒരു ഡ്രൈവിന് ഇറങ്ങി. രാത്രിയിൽ വൈകിയാണ് തിരിച്ചെത്തിയത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല. രാത്രിയല്ലേ. പിന്നെ ആകെ ഓർമ്മയുള്ളത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു ചാക്ക് ജൈവവളം വാങ്ങിയിരുന്നു. ഈ ആക്രി പെറുക്കുന്ന തമിഴന്മാർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ അകത്തേക്ക് സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് റോഡ് സൈഡിലേക്ക് കളയുകയും ചെയ്തു. നിങ്ങൾക്ക് എന്തിനാ ജൈവവളം? പൂച്ചെടി വളർത്താൻ.
എൻ്റെ വൈഫിൻ്റെ ഹോബിയാണ്. ഞങ്ങളതിന് ഇടയ്ക്കിടയ്ക്ക് ജൈവവളം വാങ്ങാറുമുണ്ട്. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അന്ന് 3 മണിക്കൂർ സമയമെങ്കിലും വെറുതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാം. ഇതേ സംശയം സൗത്ത് സ്റ്റേഷനിൽ എസ്ഐക്കും തോന്നി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എന്നെ തടഞ്ഞത്. അങ്ങനെ ഉണ്ടായോ? യെസ്, അവരെന്നെ തടഞ്ഞു, പരിശോധിച്ചു. കാറിൻ്റെ ഡിക്കിൽ ജൈവവളം ഇരിക്കുന്നുണ്ടായിരുന്നു. അതവർ കാണുകയും ചെയ്തു. അന്ന് രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതല്ല, ചാർജ് തീർന്നപ്പോൾ തനിയെ ഓഫ് ആയതാ. ഞാൻ അറിഞ്ഞില്ല. പിന്നെ രാവിലെയാണ് ഞാൻ ചാർജ് ചെയ്തത്. അത് കഷ്ടമായിപ്പോയി. ഒരു കേസ് തെളിയിക്കാനുള്ള ചാൻസാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഡോക്ടർ പിടിതരുന്നില്ലല്ലോ. അയാളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ അയാൾ നിരപരാധിയാണോ എന്നാ സംശയം. ഏത് കേസിലും ഒരു വീക്കസ്റ്റ് എലമെന്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും അവരെ വേണം ടാർഗറ്റ് ചെയ്യാൻ. ഈ കേസിൽ ഡോക്ടറുടെ ഭാര്യയാണ് വീക്കസ്റ്റ് എലമെന്റ്. നമുക്ക് അവരെ തന്നെ ടാർഗറ്റ് ചെയ്യാം. അവരൊന്നും പറയുന്നില്ലെങ്കിലോ? അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നമുക്കും അറിയാൻ പറ്റണം. അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടാണ്. വി വിൽ ഷേക്ക് ഇറ്റ് ഔട്ട്. ഇതൊരു പ്രാക്ടീസായി എടുത്തോളൂ. മീര, യു ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഹർ. അത് വേണോ സർ? വേണം. മാഡം എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഉത്തരം പറയൂ. കിരൺ നിങ്ങളുടെ ലവർ ആയിരുന്നില്ലേ? അതെ, പക്ഷേ അതെല്ലാം കോളേജിൽ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. വഴക്കിട്ട് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അയാളെ ഭയങ്കര വെറുപ്പായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ അയാളെ മാത്രം കല്യാണത്തിന് വിളിക്കായിരുന്നു? അതെ. അത്രയും വെറുക്കുന്ന അയാളെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് ഫോൺ വിളിച്ചേ? പറയേ, എന്തിനാ വിളിച്ചേ? കിരണിനെ വിളിച്ചതിന് ശേഷം അന്ന് തന്നെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തതിന് തെളിവുണ്ട്. എന്തിനായിരുന്നു അത്? എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു. വാ, അകത്തോട്ടിരിക്കാം. ബാങ്കിലെ റെക്കോർഡ് അനുസരിച്ച് 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടുമാണ് നിങ്ങൾക്ക് തന്നത്. അതായത് 2000-ന്റെ 2 കെട്ടും 500-ന്റെ 2 കെട്ടും. ശരിയല്ലേ? അതെ. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് കിരണിനെ കണ്ട കാര്യം നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ്. അരമണിക്കൂറിന് ശേഷം കിരണിന്റെ അക്കൗണ്ടിൽ അയാൾ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 2000-ന്റെ 200 നോട്ടും 500-ന്റെ 200 നോട്ടും. അത് യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ കൊടുത്ത രൂപ തന്നെയാണ് അയാൾ സ്വന്തം അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതാർക്കും മനസ്സിലാവും. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഭർത്താവ് അറിയാതെ മറച്ചു വെച്ചത്? ഒരു നല്ല ഭാര്യ ചെയ്യുന്ന കാര്യമാണോ അത്? നിങ്ങൾ അയാളെ പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയം നോക്കൂ. നിങ്ങൾ തമ്മിലുള്ള സംസാരം മുഴുവൻ നടന്നത് ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഭർത്താവ് അറിയാതെ നിങ്ങൾ പഴയ കാമുകനുമായി രഹസ്യബന്ധം തുടങ്ങിയിരിക്കുന്നു. ശരിയല്ലേ? അല്ല, അങ്ങനെയല്ല. എന്നെ വിശ്വസിക്ക്. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഡോക്ടറിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എങ്കിൽ പിന്നെ ഒറ്റ സാധ്യതയേ ഉള്ളൂ. പഴയ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു കാണും. നിങ്ങളിപ്പോൾ ഒരു വിക്ടിം മാത്രമാണ്. ഇവിടെ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് സത്യം പറയും, അയാൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്തോ? എന്താ ഉണ്ടായേ? സ്റ്റഡി ലീവായിരുന്നു. കമ്പൈൻ സ്റ്റഡിക്ക് ചെന്നപ്പോൾ അയാൾ എന്നെ മനസ്സിലായി. പിന്നെ ഷൺമു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കിരണിനെ വിളിച്ചത്. കരയണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ശ്രുതി ഇപ്പോൾ ഒരു വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നത് നിങ്ങളെ സഹായിക്കാനാണ്. ഈ ഷൺമുഖനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ ഫോട്ടോസ് എന്ത് ചെയ്തു? കത്തിച്ചേർന്നു. അവൻ്റെ പേരും സിം കാർഡും ഒക്കെ ഫേക്ക് ആവാനാണ് സാധ്യത. എന്നാലും ചെക്ക് ചെയ്യണം. എന്തു പറഞ്ഞാ ഷൺമുഖൻ ബ്ലാക്ക്മെയിൽ ചെയ്ത്? 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ ഫോട്ടോ ഭർത്താവിനെ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഉടനെ കിരണിനെ വിളിച്ചു. അയാൾ എന്തു പറഞ്ഞു? എന്ത് ചെയ്തിട്ടാണെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഷൺമുഖന് കൊടുക്കാൻ കിരണിന്റെ 5 ലക്ഷം രൂപയും കൊടുത്തു. അതിനുശേഷം കിരൺ നിങ്ങളെ വിളിച്ചിരുന്നോ? ഇല്ല. ഷൺമുഖനോ? ഇല്ല. ഒരിക്കൽ പോലും ഇല്ല. രൂപ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? അതറിയാൻ ഞാൻ പിന്നീട് കിരണിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ കരുതി അവൻ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കാണുമെന്ന്. ഞാൻ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇപ്പം ഇതെന്നോട് ചോദിക്കുന്നത്? പറഞ്ഞല്ലോ, കഴിഞ്ഞ 18-ാം തീയതിക്ക് ശേഷം കിരണിനെ കാണാനില്ല. അയാൾ ഒളിവിൽ പോയതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അയാളെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാനും സാധ്യതയുണ്ട്.
കിരൺ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പോലീസിന് സംശയിച്ചേ പറ്റൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരും. നോ സർ, ഡോക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് ശരിയായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കൊരാളെ കുറ്റവാളി എന്ന് സംശയിക്കാൻ 3 കാര്യങ്ങൾ ഒത്തുവരണം. മോട്ടീവ്, മീൻസ്, ഓപ്പർച്യൂണിറ്റി. ഈ 3 കാര്യങ്ങൾ ഒത്തുവരുന്ന ഒരാൾ നിങ്ങളുടെ ഭർത്താവാണ്. എങ്ങനെ? പറയാം. കിരൺ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പിറ്റേന്ന് നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കുന്നു. ആ കാര്യം നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതേ ദിവസം ഡോക്ടർ ലീവ് എടുത്തിരുന്നു. ലീവ് എടുത്ത കാര്യം ഡോക്ടർ നിങ്ങളോടും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ഇത്രയൊക്കെ ഒത്തുവന്ന ശേഷം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അതിൽ പങ്കില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ശ്രുതി പണം കൊടുത്തതിന്റെ 5-ാം ദിവസമാണ് കിരൺ കൊല്ലപ്പെട്ടത്. ഈ 5 ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ഷൺമുഖന്റെ നമ്പറിലേക്ക് കിരൺ ഫോൺ ചെയ്തതായി റെക്കോർഡ്സ് ഇല്ല. ശ്രുതി കൊടുത്ത രൂപ ഷൺമുഖന്റെ കയ്യിൽ എത്തിയിട്ടുമില്ല. എന്നിട്ടും പണത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഷൺമുഖൻ ശ്രുതിയെ വിളിച്ചിട്ടുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? പണം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. കിരണിന്റെ കയ്യിലോ? യെസ്. ഷൺമുഖൻ വെറും സഹായിയാണ്. കിരൺ അറിയാതെ ഈ ഫോട്ടോ ഒരിക്കലും ഷൺമുഖന്റെ കയ്യിലെത്തില്ല. ഇതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ കിരണാണ്. അത് ഡോക്ടർക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. ഐ എം ഷുവർ ഹീ ഈസ് എ കില്ലർ. ആ സംശയം നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രശ്നത്തെ ഡോക്ടറും ഭാര്യയും എങ്ങനെ നേരിടുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഡോക്ടറാണ് കൊല ചെയ്തതെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടെങ്കിൽ ഡോക്ടർ അത് നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കും. അതിൽ നിന്നാണ് അയാളെ കൊടുക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുള്ള വല നമ്മൾ വിരിച്ചു കഴിഞ്ഞു. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, കാത്തിരിക്കുക. ഡോക്ടർ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കും വരെ കാത്തിരിക്കുക. ബൈ ദ വേ, മീര അവരെ ക്വസ്റ്റ്യൻ ചെയ്തത് എക്സലന്റ് ആയിരുന്നു. താങ്ക് യു സർ. എത്ര ഭംഗിയായിട്ടാണ് ശ്രുതിയെ ബ്രേക്ക് ഡൗൺ ചെയ്തത്. മീര, യു ആർ ഗുഡ്. ഞാൻ ക്രെഡിറ്റ് തരിക സാറിന്റെ ട്രെയിനിങ്ങിനാ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് എന്താണെന്നറിയോ? തോൽവി. ഇതുവരെ അന്വേഷിച്ച ഒരു കേസിലും ഞാൻ തോറ്റിട്ടില്ല. ഈ കേസിലും നമ്മൾ തോൽക്കാൻ പാടില്ല. സർ പ്ലീസ് ഓർഡർ. 1 വെജ് ക്ലിയർ സൂപ്പ്. ഓക്കെ എനിക്കും. ഓക്കെ ഓക്കെ സർ. സർ, ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? ഷൂട്ട്. സാർ എന്താ കല്യാണം കഴിക്കാത്തെ? പറ്റിയ ആളെ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. എങ്ങനത്തെ ആളെയാ നോക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് തോൽവിയാണ്. ഞാൻ തോൽക്കുമ്പോൾ ആ തോൽവിയിലും വിജയം കാണിച്ചു തരുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്താ ഇത് എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഞാനത് എങ്ങനെ പറയും? പറഞ്ഞ പിന്നെ ഡോക്ടർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എൻ്റെ സ്നേഹത്തിന് അങ്ങനെയാണോ നീ മനസ്സിലാക്കിയത്? നീ പറഞ്ഞില്ലെങ്കിലും അയാളുമായുള്ള നിന്റെ ബന്ധം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതൊക്കെ. എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നോട് എന്തോന്നും ചോദിക്കാതിരുന്ന്. അങ്ങനെ പോലും നിന്നെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. അയാൾ എന്തെങ്കിലും ചെയ്തോ? അതേക്കുറിച്ച് നമ്മൾ യാതൊന്നും സംസാരിക്കണ്ട. മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം. പണം കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ കൊണ്ടൊന്നും തന്നില്ല. ആൻഡ് ഹി പെയ്ഡ് ഫോർ ഇറ്റ്. പോലീസ് നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. ഈ കാര്യത്തെക്കുറിച്ച് ഇനി നമ്മളൊരു അക്ഷരം പോലും വിട്ടരുത്. ഫോണിലോ നേരിട്ടോ ഒന്നും. മനസ്സിലായോ? സർ, ആ ഷൺമുഖന്റെ ഫോൺ റെക്കോർഡ്സ് ട്രേസ് ചെയ്തു. ബ്ലാക്ക് മെയിലിംഗിന് ശേഷം പിന്നീട് ഒരിക്കലും അയാൾ ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അയാൾ നശിപ്പിച്ചിട്ടുണ്ടാവും. സർ, പോസ്റ്റ്മോർട്ടത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നു. കൊല നടത്തിയത് കത്തി ഉപയോഗിച്ചല്ല, തലയിൽ കയറിയ ബുള്ളറ്റ് മരണ കാരണം. That's it. തോക്ക് ഉപയോഗിച്ചാണ് കൊല നടത്തിയെങ്കിൽ കൊലയാളിക്ക് കിരണിന്റെ അത്രയും ശക്തി വേണമെന്നില്ല. ഡോക്ടറെ പോലെ ശക്തി കുറഞ്ഞ ഒരാൾ. മാത്രമല്ല, കിരണിന്റെ തലയിൽ വെടിവെച്ചിരിക്കുന്നത് സർജിക്കൽ പ്രിസിഷനോടെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ മരണം ഉറപ്പുവരുത്താവുന്ന സ്പോട്ടിലാണ് കൃത്യമായി വെടിവെച്ചിരിക്കുന്നത്. ആ സ്പോട്ടിൽ വെടികൊണ്ടാൽ വെടിയേറ്റയാൾ ഒരു ഞരക്കം പോലും കേൾപ്പിക്കാതെ മരിച്ചു വീഴും. അത്ര പെട്ടെന്നായിരിക്കും മരണം. തലയ്ക്ക് പിന്നിലെ ആ സ്പോട്ട് ഇത്ര കൃത്യമായിട്ട് അറിയാൻ ഒരു ഡോക്ടർക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? ആ സ്പോട്ടിൽ തന്നെ വെടിവെക്കേണ്ടത് ഡോക്ടറുടെ ആവശ്യമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കിരൺ മരിച്ചില്ലെങ്കിൽ അയാൾ ബഹളം വയ്ക്കുകയോ തിരിച്ചാക്രമിക്കുകയോ ചെയ്യും. ഡോക്ടർ കുഴപ്പത്തിലാവുകയും ചെയ്തേനെ. കമോൺ. തീപ്പെട്ടി വാങ്ങുന്ന പോലെ കടയിൽ ചെന്ന് വാങ്ങാവുന്ന ഒന്നല്ല ബുള്ളറ്റ്. തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് ബുള്ളറ്റ് വാങ്ങാൻ പറ്റൂ. അത് ചെക്ക് ചെയ്തു സർ. ഡോക്ടർക്ക് ലൈസൻസ് ഉള്ള തോക്കുണ്ട്. കിരണിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിന്റെ സെയിം ബോർ തന്നെയാണ് ഡോക്ടറുടെ തോക്കിനും.
ഇപ്പം എങ്ങനെയുണ്ട്? ആവശ്യത്തിന് പണവും സ്വാധീനവും ഉള്ള ഒരു ഡോക്ടർ, അയാളുടെ ഭാര്യയ്ക്ക് ഒരു മുൻ കാമുകൻ, ആ ബന്ധം വെച്ച് ഡോക്ടറുടെ ഭാര്യയെ അയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഒരു ദിവസം അയാൾ കൊല്ലപ്പെടുന്നു. മരണത്തിന് കാരണമായ ബുള്ളറ്റ് വൂണ്ടിന് ഒരു സർജിക്കൽ പ്രിസിഷൻ. കൊല നടന്നത് രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയിൽ. ആ സമയത്ത് ഡോക്ടർ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഡോക്ടറാണിപ്പോൾ പ്രൈം സസ്പെക്ട്. കൊല നടന്ന ദിവസം ഡോക്ടർ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തതായി നമുക്കറിയാം. കൊല നടന്നതിന്റെ പിറ്റേ ദിവസം ഡോക്ടർ ആ 10 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുമുണ്ട്. അപ്പോൾ കിരണിന് 10 ലക്ഷം രൂപ ഓഫർ ചെയ്ത് ആ പ്രശ്നം ഒതുക്കാനാവും ഡോക്ടർ ശ്രമിച്ചത്. പക്ഷെ കിരൺ സമ്മതിച്ചു കാണില്ല. വേറെ നിവൃത്തിയില്ലാതെ ഡോക്ടർ അയാളെ കൊന്നു. മിക്കവാറും ഇതാവും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്ക് കിട്ടിയ എല്ലാ തെളിവുകളെയും ബന്ധിപ്പിക്കാവുന്ന ഒരേ ഒരു തിയറിയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ രൂപ എടുത്തതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താവും പറയാനുണ്ടാവുക? നമുക്ക് ചോദിക്കാം. കാർ വാങ്ങാനാണ് ഞാൻ രൂപ എടുത്തത്. പിന്നെന്താ വാങ്ങാതിരുന്നത്? അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഡോക്ടർക്കൊരു തോക്കില്ലേ? ആ ഉണ്ട്. അതൊന്ന് കാണിക്കാവോ? ആ ആ ഇതിന് കുറച്ച് വെള്ളം തരുമോ? സർ, ഡോക്ടർക്ക് എന്തിനാ തോക്ക്? സർ ഞാൻ റൈഫിൾ ക്ലബിലെ മെമ്പറാണ്. ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പം അതിനുള്ള സമയമില്ല. ഞാൻ ഈ MDക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ഏറ്റവും ഒടുവിൽ എന്നാ ഉപയോഗിച്ചത്? ഒരു 6 മാസമായി കാണും. ഇത് 2 ദിവസം കഴിഞ്ഞ് തന്നാ പോരെ? ഷോ, യു ക്യാൻ ടേക്ക് ഇറ്റ്. ഗുഡ്. താങ്ക്സ്. See you. ഇതിൽ ഡോക്ടറുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഇതിൽ ശ്രുതിയുടെയും. പിന്നെ ആ ബുള്ളറ്റ് ഈ തോക്കിൽ നിന്നാണോ ഫയർ ചെയ്തതെന്ന് നോക്കണം. സർ, ഉണ്ടായതെല്ലാം ശ്രുതി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഒറ്റക്കെട്ടായി ഡിഫെൻഡ് ചെയ്യുന്ന കണ്ടില്ലേ? അതുകൊണ്ട് ഇനി നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടില്ലെന്നേ അവർ പറയൂ. പക്ഷെ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് ശ്രുതി തന്നെ സമ്മതിച്ചതല്ലേ? അത് പ്രതിയുടെ സ്റ്റേറ്റ്മെന്റാ. കോടതിയിൽ അതിന് യാതൊരു വിലയുമില്ല. ശ്രുതി പറഞ്ഞ തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് നമ്മൾ കണ്ടെത്തണം. എങ്കിലേ നമ്മുടെ വാദം കോടതി അംഗീകരിക്കൂ. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പോലീസിന്റെ അന്വേഷണം എനിക്ക് ചുറ്റും ടൈറ്റായിട്ട് വരിക. അതെനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പോലീസിന് എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ ചുറ്റും വട്ടമിട്ട് നടക്കുന്നത്. ബോഡി പോലീസിന് കിട്ടിക്കാണുമോ? ബോഡി കിട്ടിയിരുന്നെങ്കിൽ ടി വിയിലൊക്കെ ന്യൂസ് വരില്ലായിരുന്നു. പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല. ആ ഷൺമുഖൻ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യും. അവൻ വീഡിയോ പുറത്തുവിട്ടാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഷൺമുഖൻ പണത്തിന് വേണ്ടി മാത്രമേ ഇതൊക്കെ ചെയ്തത്. ചോദിക്കുന്ന കാശ് കൊടുത്താൽ അവൻ ആ CDസും ഫോട്ടോസൊക്കെ തിരിച്ചു തരും. നമുക്ക് ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്കാം. ക്യാഷ് എടുത്തത് ഞാൻ തന്നെയാണ്. എന്തിനാണെന്നാ പറഞ്ഞേ? പുള്ളി കാറ് വാങ്ങാനാണ് ക്യാഷ് എടുത്തത്. പക്ഷെ കാറ് വാങ്ങിച്ചില്ല. നെക്സ്റ്റ് ഡേ ക്യാഷ് തിരികെ ഡെപ്പോസിറ്റ് ചെയ്തു. എന്താ കാരണം പറഞ്ഞേ? പുള്ളി ഉദ്ദേശിച്ച കാറിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നാ പറഞ്ഞേ. ഇസ് ദർ എനി പ്രോബ്ലം മാം? ഏയ്, അവരുടെ സാമുവൽ ഗ്രൂപ്പ് ഇൻകം ടാക്സ് വെട്ടിച്ചോന്നൊരു സംശയം. താങ്ക് യു. വെൽക്കം മാം. ശരിയാണ് സർ. ഈ പർട്ടിക്കുലർ മോഡലിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വാങ്ങാതിരുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഇവിടെ ഫുൾ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് തന്ന എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഉണ്ട് സർ, 5%. ഓക്കെ. ഓക്കെ സർ. പണത്തിന് വേണ്ടിയല്ല നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. പണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കിത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തൂടെ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായേ? കിരൺ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന്. എൻ്റെ ഭാര്യ കിരണുമായിട്ട് സംസാരിച്ചിരുന്നു. പണം തന്നാൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് കിരൺ വാക്ക് തന്നിരിക്കുന്നത്. പണം തരാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. കിരൺ എവിടെയാണ്? ഞങ്ങൾക്കത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കാശ് എനിക്ക് തന്നാൽ മതി. കിരൺ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞോളാം. അതൊക്കെ, പക്ഷെ വേറെ ആരും ഇതറിയാൻ പാടില്ല. ഇത് പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആർക്കൊരു സംശയമില്ലാത്ത രീതിയിൽ വേണം ഇത് സെറ്റിൽ ചെയ്യാൻ. ഒരു കാരണവശാലും ഫോണിൽ ഈ വിഷയം സംസാരിക്കരുത്. പിന്നെ എങ്ങനെ കാര്യം നടക്കും? അതിന് വഴിയുണ്ട്. നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടാൽ മതി. നാളെ വൈകുന്നേരം എന്നെ കാണാൻ വരുന്നൊരു രോഗിയായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. പേര് രജിസ്റ്റർ ചെയ്ത് ചാർട്ട് എടുക്കണം. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. അവിടെ വെച്ച് ഞാൻ ക്യാഷ് തരാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നാളെ വൈകിട്ട് നിങ്ങളെ ഞാൻ ഫോണിൽ വിളിക്കാം. എന്നിട്ട് വന്നാൽ മതി.
പഴയ നമ്പറിൽ വിളിച്ചെന്നെ കിട്ടില്ല. ഞാൻ വേറൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. പറഞ്ഞു. 9526 375 482. വിനായകൻ, അതാണോ നിങ്ങളുടെ ശരിക്കുള്ള പേര്? ശരി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അടുത്ത കാലത്തൊന്നും അയാൾ ഈ തൂക്കം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ പറ്റിരിക്കുന്ന വെടിമരുന്നിന്റെ അംശവും വളരെ പഴയതാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. മാത്രമല്ല, റൈഫിൾ മാർക്സ് ഇല്ലാത്ത ബുള്ളറ്റാണ് കിരണിന്റെ തലേന്ന് കിട്ടിയത്. അതെങ്ങനെ സംഭവിക്കും? എല്ലാ ബുള്ളറ്റിലും റൈഫിൾ മാർക്സ് ഉണ്ടാവില്ലേ? സാറിന് അറിയാലോ, ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന തോക്കിന്റെ കുഴലിൽ മാത്രമേ പൊഴികൾ ഉണ്ടാവൂ. അത്തരം തോക്കിന് മാത്രമേ ബുള്ളറ്റിൽ റൈഫിൾ മാർക്സ് ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് വെച്ചാ പൊഴികളില്ലാത്തൊരു തോക്കായിരിക്കും കൊലയാളി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു നാടൻ തോക്ക്. ഒരു നാടൻ തോക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും അധോലോക ബന്ധം ഉണ്ടാവണം. അല്ലാതെ വെറുതെ ചെന്ന് ചോദിച്ചാലൊന്നും ഒരു കൊല്ലനും തോക്കുണ്ടാക്കി തരില്ല. ഡോക്ടർ ഒരുപക്ഷെ ഒരു വാടക കൊലയാളി ഉപയോഗിച്ചിട്ടുണ്ടാവാം. പേയ്മെന്റ് കൊടുത്തത് മറ്റൊരു രീതിയിലായിരിക്കും. സർ, ഇയാളാണ് ഫോൺ ചെയ്തത്. അതെ സാർ. നിങ്ങൾക്ക് എങ്ങനെ ഇയാളെ പരിചയം? ഇയാളുടെ വാടകയ്ക്ക് താമസിക്കുക. വാടക മേടിക്കാമെന്നുള്ള പരിചയം എനിക്കുള്ളൂ. ഇത് നിങ്ങളുടെ വീടാണോ? അല്ല, വെട്ടിക്കൽ ജോർജ് ചായന്റെയാ. ഞാനിവിടുത്തെ നോട്ടക്കാരനാ സാറേ. അയാൾ എവിടെ താമസിക്കുന്നത്? ആള് ദുബായിലാ. ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടായ കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കാറുണ്ട്. വാതിൽ തുറന്നു നടക്കായിരുന്നു? അതെ സാർ, വെറുതെ ചാരിട്ടേക്കായിരുന്നു. മരിക്കാനുള്ള കാരണം ഡ്രഗ്സ് തന്നെയാ. പോസ്റ്റ്മോർട്ടത്തിൽ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേര് വിനായകൻ എന്നാ. ഡ്രൈവിംഗ് ലൈസൻസിൽ അങ്ങനെ കിടക്കുന്നത്. ഇതാരോ ഉണ്ടാക്കിയ ഒരു ഫയറിംഗ് ഡിവൈസാ. അതായത് ഒരു നാടൻ തോക്ക്. കിരണിനെ കൊല്ലാൻ ഉപയോഗിച്ച ബുള്ളറ്റ് ഇതിന്ന് ഫയർ ചെയ്യാൻ പറ്റും. സെയിം ബോർ. എങ്കിലും അയാളായിരിക്കും ഡോക്ടർ ഏർപ്പാടാക്കിയ വാടക കൊലയാളി. മാഡം, അതിന് സാധ്യത കുറവാ. അയാളും കിരണും തമ്മിൽ പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട്. വിളിയുടെ പാറ്റേൺ വെച്ച് നോക്കിയാൽ അവർ ഫ്രണ്ട്സ് ആവാനാ സാധ്യത. അതിന് തന്നെയാ സാധ്യത. കാരണം കൊല്ലപ്പെട്ട കിരണിന്റെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴായി ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. പക്ഷെ എന്തിനാണെന്ന് പറയുന്നില്ല. പണം എങ്ങനെ കൊടുത്തത്? ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. അയാൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളായിരുന്നല്ലോ. ഏറ്റവും ഒടുവിലത്തെ ട്രാൻസാക്ഷൻ എത്ര രൂപയായിരുന്നു? 1,00,000. എന്നായിരുന്നു അത്? 13-ാം തീയതി ബുധനാഴ്ച. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർക്കുന്നില്ലേ? ഇന്ന് എല്ലാവരും ഭയങ്കര സ്ലോ ആണല്ലോ. എന്തു പറ്റി? ഓ, ശ്രുതി കിരണിന് പണം കൊടുത്ത ദിവസം. യെസ്. ഇത് കണ്ടോ സർ, മരിക്കുന്നതിന് തൊട്ടുമ്പ് ഡോക്ടറെ ഇയാൾ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വിളിക്കുക മാത്രമല്ല സർ, ഡോക്ടറോടെ പോയിട്ടുമുണ്ട്. ഈ ഗ്ലാസ്സിലെ ഫിംഗർ പ്രിന്റ്സ് ഡോക്ടറുടെയാ. രാത്രി 9 മണിക്ക് അയാളുടെ ലാസ്റ്റ് കോൾ ഡോക്ടർക്കായിരുന്നു. പക്ഷെ അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അതിനി ഒരിക്കലും ഓണാവില്ല. ആ ഫോൺ കൊണ്ടുപോയത് ഡോക്ടറാണ്. ഡോറ് തുറന്നല്ലേ കിടന്നേ? ഫോൺ കൊണ്ടുപോയത് വേറെ ആരെങ്കിലും ആയിക്കൂടെ? അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാ ഡോക്ടർ ആ വാതിൽ മനഃപൂർവ്വം തുറന്നിട്ട് പോയത്. മീര, ഈ വിനായകൻ തന്നെയാണ് ഷൺമുഖൻ. ഡോക്ടർക്ക് ഒരു ഷൺമുഖനെ അറിയോ? ഇല്ല. ഒരു വിനായകനോ? ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ വിനായകനാണെങ്കിൽ എനിക്കറിയാം. എങ്ങനെ അറിയാം? അയാള് എൻ്റെ പേഷ്യൻ്റാണ്. അയാൾ എങ്ങനെയാ നിങ്ങളുടെ പേഷ്യൻ്റ് ആയേ? മാം, ഒരു ദിവസം ഞാൻ ചേരിയിൽ ചികിത്സിക്കാൻ പോയപ്പോഴാണ് അയാൾ എന്നെ വന്ന് കണ്ടത്. എന്തൊക്കെയോ ഡ്രഗ്സ് എടുത്തിട്ട് അയാൾ ആകെ എജിറ്റേറ്റഡ് ആയിരുന്നു. ഞാൻ കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഏതോ കൊലപാതക കേസിൽ പോലീസ് അയാളുടെ പിന്നാലെയാണെന്ന്. ചികിത്സ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണാൻ പറഞ്ഞു. അയാൾ വരികയും ചെയ്തു. അതിന് നിങ്ങൾ സൈക്കാട്രിസ്റ്റ് അല്ലല്ലോ, പിന്നെന്തിനാ അയാൾ നിങ്ങളെ കാണാൻ വന്നത്? സർ, ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ഹിം. എന്നെയല്ല, ഒരു സൈക്കാട്രിസ്റ്റിനാണ് അയാൾ പോയി കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സിറാട്ടോണിന് പ്രിസ്ക്രൈബ് ചെയ്തു. അടുത്ത ദിവസത്തേക്ക് ഞാൻ സൈക്കാട്രിസ്റ്റുമായി അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു. അപ്പോ ആശുപത്രിയിൽ വെച്ച് മാത്രമേ ഡോക്ടർ അയാളെ കണ്ടിട്ടുള്ളൂ അല്ലേ?
അല്ല മാം, അന്ന് രാത്രി ഞാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു. എന്തിനായിരുന്നു അത്? രാത്രി ഏകദേശം ഒരു 9 മണിയായപ്പോഴത്തേക്ക് അയാൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞാനാകെ വറീഡായി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയെന്ന് കണ്ടതാ. എന്നിട്ട് ഞാൻ ചെല്ലുമ്പം വേറെ എന്തൊക്കെയോ ഡ്രഗ്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. ഞാൻ ചെന്നത് അയാൾക്ക് വലിയ കാര്യമായി. എനിക്ക് ജ്യൂസൊക്കെ തന്നു. പിന്നെ ഞാൻ അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ ഡോക്ടർ അയാളെ കണ്ടോ? ഇല്ല സർ. എന്താ പ്രശ്നം? അയാൾ മരിച്ചു. സർ, എങ്ങനെയായിരുന്നു? അയാൾ 2 മരുന്നുകൾ കുത്തിവെച്ചു. ആ കോമ്പിനേഷൻ ഡെഡ്ലി ആയിരുന്നു. ഒരുതരം ലീത്തൽ ഇഞ്ചക്ഷൻ. ആദ്യത്തത് വേദന അറിയാതിരിക്കാനുള്ള മരുന്നാണ്. രണ്ടാമത്തത് പൊട്ടാസ്യം ക്ലോറൈഡും. അത് കാർഡിയാക് അറസ്റ്റിന് കാരണമായി. അയാളുടെ അറിവില്ലായ്മ. അയാളുടെ അറിവില്ലായ്മ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റാർക്കോ അറിവ് കൂടിപ്പോയോ. സർ, ഷൺമുഖിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. ഇത് ഗുളിക വാങ്ങിയതിന്റെ ബില്ല്. സൗത്ത് സ്റ്റേഷൻ എസ്ഐയുടെ മൊഴി. ഹോസ്പിറ്റലിൽ അയാളുടെ മൂവ്മെന്റ് വ്യക്തമാക്കുന്ന സെക്യൂരിറ്റി വീഡിയോസ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞെല്ലാം ശരിയാണ്. സൈക്കാട്രിസ്റ്റ് കൊടുത്ത അപ്പോയിന്റ്മെന്റ് വരെ ക്ലിയർ ആണ് സർ. അത് വെച്ച് നോക്കിയാൽ ഡോക്ടർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഡോക്ടർ ജ്യൂസ് കുടിച്ച ആ ഗ്ലാസ് ആണ്. കാരണം ഡോക്ടർ ആയിരുന്നു കൊലയാളിയെങ്കിൽ ആദ്യം നശിപ്പിക്കുന്നത് ആ ഗ്ലാസ് ആയിരിക്കും. അത് തുടച്ച് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഡോക്ടർ അവിടെ ചെന്ന കാര്യം പോലും നമ്മൾ അറിയില്ലായിരുന്നു. ഷൺമുഖന്റെ വീട്ടിൽ പോയ കാര്യം നമ്മൾ ചോദിക്കാതെ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറയുമായിരുന്നു. ഒരു കുറ്റവാളി അങ്ങനെ ചെയ്യോ? രോഗിയെ കാണാൻ അങ്ങോട്ട് പോയതും സംശയിക്കാൻ പറ്റില്ല. കാരണം ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് അയാളത് ചെയ്യുന്നതാ. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഫോട്ടോ കാണിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തതാണെന്ന് ഭാര്യ തന്നെ സമ്മതിച്ചല്ലോ. എങ്കിൽ ആ ഫോട്ടോ കിരണിന്റെയോ വിനായകന്റെയോ വീട്ടിൽ കാണണം. അതെവിടെ? വീഡിയോസും സെൽഫോൺസും എവിടെ? സ്റ്റോറേജ് ഡിവൈസസ് എവിടെ? ഈ ലോകത്ത് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യം ഒറ്റ ആൾക്കേ ഉള്ളൂ, ഡോക്ടർക്ക്. പക്ഷേ അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് പോലും നമുക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ സർ. ഐ നോ, എനിക്കും അതറിയാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ റിപ്പോർട്ട് എഴുതിക്കോ. കൊല്ലപ്പെട്ട കിരണും വിനായകനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതിന് തെളിവുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കം മൂലമാകാം കിരണിനെ വിനായകനാണ് കൊലപ്പെടുത്തിയെന്ന് സംശയിക്കാൻ തക്ക സാഹചര്യ തെളിവുകളുണ്ട്. കൊല നടത്താൻ ഉപയോഗിച്ച നാടൻ തോക്ക് വിനായകന്റെ മുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു. പോലീസിന്റെ അന്വേഷണം തന്റെ നേരെ തിരിയുന്നത് മനസ്സിലാക്കിയ വിനായകൻ മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയതിനും തെളിവുണ്ട്. ഡ്രഗ് അഡിക്റ്റായ വിനായകൻ കുത്തിവെച്ച 2 മരുന്നുകൾ ഒരു ലീതൽ മിക്സ് ആവുകയും അത് അയാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. കിരണിന്റെയും വിനായകന്റെയും മരണങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു. You guys did a good job. I'm proud of you guys. Thank you, sir. ആദ്യമായിട്ടാണ് ഞാനൊരു കേസിൽ തോക്കുന്നത്. സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി കിരണിനെയും വിനായകനെയും ഡോക്ടർ കൊന്നു. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ 2 കൊലപാതകങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്തു. അതാ ഉണ്ടായത്. അതാണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയാം സർ. പക്ഷെ നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് ഡോക്ടർക്ക് ഇതിൽ പങ്കില്ലാന്ന് തെളിയിക്കാൻ എളുപ്പം. അതുതന്നെയാവും ഡോക്ടറുടെ വക്കീലും വാദിക്കുക. കോടതി ഡോക്ടറെ വെറുതെ വിടുകയും ചെയ്യും. ശരിക്കും അതല്ലേ സർ വേണ്ടത്? സാർ എന്തിനു വേണ്ടിയ പോലീസായേ? നീതി നടപ്പാക്കാനല്ലേ? ഈ കേസിൽ നീതി അർഹിച്ചവർക്ക് നീതി കിട്ടി, കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കിട്ടി. പിന്നെന്തിനാ സാറ് വിഷമിക്കുന്നേ? ഈ തോൽവി യഥാർത്ഥത്തിൽ വിജയമല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. ഈ തോൽവിയിലും ഒരു വിജയമുണ്ട്. എന്നാലും ഞാൻ അന്വേഷിച്ചൊരു കേസിൽ തോറ്റുകൊടുക്കാനൊരു മടി. എനിക്ക് ആ ഡോക്ടറെ ഒന്നുകൂടെ കാണണം. ലെറ്റ്സ് ഗോ.